എൻ്റെ മക്കളെ ഇതിങ്ങനെ എടുത്ത് അപ്പം എൻ്റെ സ്വന്തം കുഞ്ഞുമക്കളെ. അപ്പോൾ കോൾവിൻ ചേട്ടൻ രാത്രി ഉണ്ടാക്കാൻ പോണ മക്കളെ നല്ല കിടിലൻ കിടുകാച്ചി വേറെ ലെവല് മത്തങ്ങ പായസം. എൻ്റെ മക്കളൊക്കെ കുടിച്ചിട്ടുണ്ടാവും, കുടിച്ചവരുണ്ടാവും, കുടിക്കാത്തവരുണ്ടാവും. അപ്പോൾ പോരി എൻ്റെ മക്കളെല്ലാവരും പോരി. ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് അറിയാലോ, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്കൊരു പായസം അങ്ങോട്ട് സെറ്റ് ചെയ്യാം. പോരി എൻ്റെ മക്കളില്ലാതെ എന്ത് പായസം. ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം മക്കളെ. മത്തങ്ങ ശരിക്കും വെന്ത് റെഡി ആയിരുമ്പോൾ നമുക്കിങ്ങനെ ഉടച്ചുടച്ചു കൊടുക്കാം മക്കളെ. എന്നിട്ട് അതിനകത്തോട്ട് നല്ല ശുദ്ധമായ പശുവിൻ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശരിക്കൊന്ന് തിളച്ചങ്ങാട് വരുമ്പോൾ നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം മക്കളെ. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി സെറ്റ് ചെയ്തെടുക്കാം മക്കളെ. നെയ്യ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് മക്കളെ അല്ലേ. ഇങ്ങനെ എടുത്ത് ഞങ്ങളുടെ പായസത്തിലോട്ട് അങ്ങ് ഇടാം. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം മക്കളെ. നമ്മുടെ കിടിയൻ കിടുക്കാച്ചി മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് മക്കളെ. ഒരു പാത്രം അങ്ങോട്ട് എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം. ആഹാ, അതിൻ്റെ കൂടെ കൂട്ടി പിടിക്കാൻ മക്കളെ നല്ല മൈസൂർ പൂവൻ പഴം. ഇതിങ്ങനെ അങ്ങോട്ട് ഉലിഞ്ഞത് ഇതിങ്ങനെ ഇടാം മക്കളെ. കോൾവിഞ്ഞിട്ട് 2 എണ്ണം കൊണ്ട് എടുക്കണത്. ഇങ്ങനെ അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇടാം മക്കളെ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടി മിക്സ് അങ്ങോട്ട് ചെയ്യുക. പപ്പടവും കൂടി വേണമായിരുന്നു കേട്ടാ. എൻ്റെ മക്കളെ ഇതിങ്ങനെ എടുത്ത് ശർക്കര ഇത്തിരി ഓവറായി പോയി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. ആഹാ.